ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത് കഴിച്ചിട്ട് പല്ലുവേദന കൊണ്ട് എനിക്ക് വെറുത്ത് പോയിട്ടുള്ളൊരു സാധനമായിട്ടോ ഇത്. പിന്നെ അതിന് ശേഷം ഈ അടുത്താട്ടോ ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങണ്ട കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ വഴറ്റണം. അതുപോലെ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, തുള്ളി ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നന്നായിട്ട് വരണ്ടിട്ട് മാറ്റി വെക്കാം. പപ്സിൻ്റെ ഈ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഓരോന്ന് ഞാനത് ഈ ട്രേയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മസാല മാത്രം മതി കേട്ടോ. ഒരുപാട് സമൂസയിലൊന്നും നടക്കുന്ന അത്രയൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഒരു മുട്ടയുടെ പകുതി മാത്രം വെക്കുക കേട്ടോ. ഇനി 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അത് വേകുന്നതിനനുസരിച്ച് അതങ്ങ് പറ്റ തുറന്ന് പോകും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ഒട്ടിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കട്ടെ. നമ്മൾ അതിന് വേറൊരു മൈദയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പശ പോലെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന നല്ലൊരു മാവാണ് കേട്ടോ. പിന്നെ ഇതും അതാ കുറച്ച് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 250 ഡിഗ്രിയിൽ ഒരു 10 to 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടാട്ടോ എനിക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ കഴിക്കുന്നു അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.